ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? നാളികേരത്തിന് മാത്രമല്ല ചിരട്ടയ്ക്കും പൊന്നും വില. ട്രംപിന്റെ തീരുവ യുദ്ധം സ്വർണ്ണ വിപണിയെ എങ്ങനെ ബാധിക്കും? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. തേങ്ങ ചിരകിയെടുത്തു കഴിഞ്ഞാൽ ചിരട്ട നമുക്കൊരു ബാധ്യതയായിരുന്നു അല്ലേ? അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ കത്തിച്ചു കളയലായി, തൊടിയിലേക്ക് എടുത്തെറിയലായി. എന്നാൽ ഇപ്പോൾ കഥ മാറി. നമ്മുടെ അടുക്കളയിലും മുറ്റത്തും പറമ്പിലുമൊക്കെ ഒരു ഉപയോഗവുമില്ലാതെ കിടക്കുന്ന ചിരട്ടയ്ക്ക് രാജ്യാന്തര വിപണിയിൽ പൊന്നും വിലയാണ്. കഴിഞ്ഞ 3 മാസം കൊണ്ട് ചിരട്ടയ്ക്ക് 2 ഇരട്ടിയിലധികമാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. തേങ്ങയുടെ വില വർധനവും അതുവഴി വെളിച്ചെണ്ണ വില കുതിച്ചു വരുന്നുമല്ല ഇപ്പോൾ വലിയ വാർത്തയാണ്. എന്നാൽ ഇതിന് രണ്ടിനുമിടയിൽ ആരും അറിയാതെ ഉയർന്ന വിലയ്ക്ക് കയറ്റുമതി ചെയ്യുന്ന മറ്റൊരു സാധനമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം ചിരട്ടയാണ്. തേങ്ങയ്ക്കൊപ്പം നാട്ടിൻപുറങ്ങളിൽ ഇപ്പോൾ ചിരട്ടയ്ക്കും വൻ ഡിമാൻഡാണ്. കിലോയ്ക്ക് 30 രൂപ മുതൽ 40 രൂപ വരെ വില ലഭിക്കും. 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ 1 കിലോ ചിരട്ടയുടെ വില 8 രൂപ മുതൽ 9 രൂപ വരെ നിലവാരത്തിലായിരുന്നു. ഇപ്പോൾ ആക്രി കച്ചവടക്കാർ പ്രധാനമായും ശേഖരിക്കുന്ന വസ്തുക്കളിലൊന്നായി ചിരട്ട മാറിയിരിക്കുന്നു. ചിരട്ടയുടെ കരിയുടെ പൊടിയും മൂല്യവർദ്ധിത ഉപയോഗമാണ് വിപണിയിൽ പെട്ടെന്ന് വില കയറിയത്. ജനുവരിയിൽ കിലോയ്ക്ക് 5 രൂപ മുതൽ 10 രൂപ വീട്ടുകാർക്ക് നൽകിയിരുന്ന സ്ഥാനത്തിപ്പോൾ 3 മടങ്ങ് വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. കർണാടക, തമിഴ്നാട്, രാജസ്ഥാൻ തുടങ്ങിയിടങ്ങളിലാണ് ജില്ലയിൽ നിന്ന് ശേഖരിക്കുന്ന ചിരട്ടകളിൽ അധികവും കയറ്റിപ്പോകുന്നത്. വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നവരുടെ പക്കൽ നിന്ന് 50 രൂപ വരെ കിലോയ്ക്ക് നൽകിയാണ് ഇടനിലക്കാർ ചിരട്ട കൊണ്ടുപോകുന്നത്. പ്രധാനമായും കരിയുണ്ടാക്കി ജലശുദ്ധീകരണം നടത്തുന്നതിന് വേണ്ടിയാണ് ചിരട്ട ഉപയോഗിക്കുന്നത്. ചിരട്ടയിൽ നിന്ന് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും വൻ ഡിമാൻഡാണ്. പല ഉപയോഗപ്രദമായ വസ്തുക്കളും അലങ്കാര സാധനങ്ങളുമെല്ലാം നിർമ്മിക്കാനും ചിരട്ട ഉപയോഗിക്കാറുണ്ട്. ചിരട്ടക്കരി ജലശുദ്ധീകരണത്തിനുള്ള പ്രകൃതിദത്ത വസ്തുവായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ജർമ്മനി, ഇറ്റലി, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ചിരട്ടക്കരി കയറ്റി അയക്കുന്നുണ്ട്. പൊട്ടിയതും പഴകിയതുമായ സാധനങ്ങൾ ശേഖരിക്കാൻ വീട്ടിലെത്തുന്നവർ ഇപ്പോൾ പതിവായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ചിരട്ടയുണ്ടോ എന്ന്. പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞും പാഴാക്കിക്കളഞ്ഞതുമായ ചിരട്ടകൾ സൂക്ഷിച്ചു വെച്ചാൽ പ്രതിമാസം നല്ലൊരു വരുമാനം നേടാം. അടുത്തയാഴ്ച സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ പക്ഷം. ട്രംപ് തീരുവ യുദ്ധം വീണ്ടും സജീവമാക്കിയതോടെ സ്വർണത്തിലെ നിക്ഷേപം വർദ്ധിച്ചു. ഇത് വിലയുയർത്തി. ഉത്സവ വിവാഹ സീസൺ സജീവമാകുന്നതോടെ സ്വർണ്ണവില കുതിക്കുമെന്നാണ് പ്രവചനം. ആഗോള സമ്പദ് വ്യവസ്ഥയെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വങ്ങളും നിലവിലുള്ള ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളും കണക്കിലെടുക്കുമ്പോൾ അടുത്തയാഴ്ച സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയാണ് പല വിശകലന വിദഗ്ധരും പ്രവചിക്കുന്നത്. പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ, പലിശ നിരക്കിലെ ഇടിവ്, സുരക്ഷിത നിക്ഷേപങ്ങൾക്കായുള്ള വർദ്ധിച്ച ആവശ്യകത തുടങ്ങിയ ഘടകങ്ങൾ വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിൽ ഉത്സവ വിവാഹ സീസണുകളിൽ സ്വർണത്തിന്റെ ആവശ്യം വർദ്ധിക്കുന്ന പ്രവണതയുമുണ്ട്. US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ദുർബലമാകുമ്പോൾ സ്വർണ്ണ ഇറക്കുമതിയുടെ ചെലവ് ഉയരുന്നു. അതുവഴി ആഭ്യന്തര വിലകൾ ഉയരുന്നു. സ്വർണം പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്നതിനാൽ അന്താരാഷ്ട്ര സ്വർണ്ണവിലയിലെ വർധനവോ കറൻസി മൂല്യത്തകർച്ചയോ അതിന്റെ പ്രാദേശിക മൂല്യനിർണ്ണയത്തെ നേരിട്ട് ബാധിക്കുന്നു. രാജ്യാന്തര വിപണിയുടെ ചുവട് പിടിച്ചാണ് കേരളത്തിലും വിലക്കയറ്റം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും തീരുവ യുദ്ധം സജീവമാക്കിയതാണ് സ്വർണത്തിന് നേട്ടമാകുന്നത്. ഇതിനകം 22ഓളം രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് പുതുക്കിയ തീരുവ പ്രഖ്യാപിച്ചു. ഇത് ഓഗസ്റ്റ് 1 പ്രാബല്യത്തിൽ വരും. ഇതേ തുടർന്ന് ഓഹരി വിപണികൾ നേരിട്ട തളർച്ചയും US ഡോളറിന്റെ കുതിപ്പുമാണ് സ്വർണ്ണവിലയെ മുന്നോട്ട് നയിച്ചത്. ഓഹരി വിപണി ഇടിഞ്ഞതോടെ സുരക്ഷിത നിക്ഷേപം എന്നോണം സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾക്ക് സ്വീകാര്യതയേറി. US ഡോളർ ഇൻഡെക്സ് മെച്ചപ്പെട്ടതോടെ സ്വർണം വാങ്ങുന്നത് ചിലവേറിയതുമായി. ഇതോടെ വില കൂടുകയായിരുന്നു. നിലവിൽ സ്വർണത്തിന്റെ രാജ്യാന്തര വില ഔൺസിന് $14 ഉയർന്ന് $3,331 രാജ്യാന്തര വില വീണ്ടും $3,400 എത്തിയേക്കുമെന്നാണ് ചില അനലിസ്റ്റുകൾ പറയുന്നത്. ഈ പ്രവചനം യാഥാർത്ഥ്യമായാൽ കേരളത്തിൽ പവൻ വില 73,000 രൂപ കടന്ന് മുന്നേറും. വിദേശ കൊപ്രയും തേങ്ങയും ഇറക്കുമതിക്ക് അനുമതി തേടി മില്ലുകാർ കേന്ദ്രത്തെ സമീപിച്ചു. ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യൻ ചരക്കെത്തിയാൽ കൊപ്രയാട്ട് വ്യവസായ മേഖലയിലെ പ്രതിസന്ധിക്ക് അയവ് കണ്ടു തുടങ്ങും.
രാജ്യാന്തര റബ്ബർ അവധി വിലകൾ ഉയർന്നിട്ടും ടയർ നിർമ്മാതാക്കൾ ഷീറ്റ് കൂടിയ വിലയ്ക്ക് ശേഖരിക്കാൻ താൽപര്യം കാണിച്ചില്ല. ഉത്സവ ഡിമാൻഡിൽ പ്രതീക്ഷയർപ്പിച്ച് കുരുമുളകും ഏലക്കയും കരുത്ത് നിലനിർത്തി. ദക്ഷിണേന്ത്യൻ കൊപ്രയാട്ട് വ്യവസായ രംഗത്തെ പ്രതിസന്ധി മറികടക്കാൻ വിദേശത്തുനിന്ന് അസംസ്കൃത ഉൽപ്പന്നങ്ങൾ ഇറക്കുമതിക്ക് അനുമതി നൽകണമെന്ന ആവശ്യവുമായി വ്യവസായികൾ രംഗത്ത്. വെളിച്ചെണ്ണ കയറ്റുമതി നിരോധിക്കുകയും ഇറക്കുമതി സുതാര്യമാക്കുകയും ചെയ്താൽ വിപണിയിൽ അമിത വിലക്കയറ്റം പിടിച്ചു നിർത്താനും അത് ഉപകരിക്കും. നിലവിൽ ഉയർന്ന നികുതികളിൽ ഇളവുകൾ വരുത്തിയാൽ തമിഴ്നാട്, കേരളം, കർണാടകം എന്നിവിടങ്ങളിലെ ആയിരക്കണക്കിന് വരുന്ന കൊപ്രയാട്ട് മില്ലുകളുടെ പ്രവർത്തനം വീണ്ടും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്ഥിതിയിലാവും. ഒപ്പം വെളിച്ചെണ്ണ ഉൽപ്പാദനം ഉയർത്താനും വിപണിയിൽ നിലനിൽക്കുന്ന സ്തംഭനാവസ്ഥ ഒഴിവാക്കാനുമാവുമെന്നാണ് മില്ലുകാരുടെ പക്ഷം. വർഷാരംഭത്തെ അപേക്ഷിച്ച് വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 16,000 രൂപ ഉയർന്ന് 38,800 രൂപയിലെത്തി നിൽക്കുകയാണ്. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര രംഗത്ത് ഉൽപ്പന്ന വില ഉയർന്നിട്ടും ഇന്ത്യൻ വ്യവസായികൾ ഷീറ്റ് വില ഉയർത്തി കൊട്ടേഷൻ ഇറക്കാൻ തയ്യാറായില്ല. മുൻനിര കമ്പനികൾ പലതും വിപണിയിലെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും അവരുടെ വാങ്ങൽ നിരക്ക് താഴ്ന്നു നിൽക്കുകയാണ്. അതേസമയം വിൽപ്പനക്കാർ വിപണി നിയന്ത്രണം കൈപ്പിടിയിലൊരുക്കി നിരക്ക് നിത്യേന ഉയർത്തി. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും തെളിഞ്ഞ കാലാവസ്ഥ ലഭ്യമായതുകൊണ്ട് ചെറുകിട കർഷകർ ടാപ്പിംഗിന് ഉത്സാഹിച്ചു. 4ാം കിട ഗ്രേഡ് റബ്ബർ കൊച്ചിയിൽ കിലോ 206 രൂപയായി കയറി. ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ ഒക്ടോബർ അവധി കിലോ 317 yen വരെ കയറി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കുരുമുളകിന് ഡിമാൻഡ് ഉയരുന്നത് കണ്ട് കേരളത്തിലെയും കൂർഗിലെയും കർഷകരും മധ്യവർത്തികളും വിൽപ്പന നിയന്ത്രിച്ചു. ഡൽഹി, കാൺപൂർ, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ വൻകിട വിപണികളിൽ നിന്നും മുളകിന് ആവശ്യക്കാരുണ്ട്. അവർ ലഭ്യത കുറഞ്ഞതിനാൽ കാർഷിക മേഖലകളിൽ ഏജന്റുമാരെ ഇറക്കി മുളക് സംഭരിക്കാനും നീക്കം നടത്തി. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് വില ക്വിന്റലിന് 69,000 രൂപ വരെ കയറി. അന്താരാഷ്ട്ര മാർക്കറ്റിൽ മലബാർ മുളകിന് വില ടണ്ണിന് $8,300. ഏലത്തോട്ടങ്ങളിൽ വിളവെടുപ്പ് ഊർജിതമായി. കനത്ത മഴയ്ക്കിടയിൽ പല തോട്ടങ്ങളിൽ അഴുകൽ രോഗം ബാധിച്ചതായി കർഷകർ. മഴയും അമിത കീടനാശിനി പ്രയോഗങ്ങളും അഴുക്കൽ രൂക്ഷമാക്കിയെന്ന ഒരു വിഭാഗം ഉൽപ്പാദകർ. ഹൈറേഞ്ചിലെ അനുകൂല കാലാവസ്ഥ ഏലം ഉൽപ്പാദനം മുന്നിലുള്ള മാസങ്ങളിൽ വർദ്ധിക്കാൻ അവസരം സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിലാണ്. കീടബാധകൾ ഏലച്ചെടികളെ ബാധിച്ചത് ഉൽപ്പാദനത്തിലും ഏലത്തിന്റെ ഗുണമേന്മയിലും കുറവ് വരുത്തുന്നതായി കർഷകർ വിലയിരുത്തി. കൃഷിവകുപ്പിന്റെ ഏകദേശ കണക്കിൽ 500 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഏലം മേഖലയിൽ സംഭവിച്ചത്. ശരാശരി ഇനം ഏലക്ക കിലോ 2,500 രൂപ റേഞ്ചിലാണ്. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. വിവോ ടി സീരീസ് വേരിയന്റായ വിവോ T4R 5G ഇന്ത്യയിൽ ഉടൻ ലോഞ്ച് ചെയ്യും. R സെഗ്മെന്റിൽ വരുന്ന വിവോയുടെ ആദ്യ ഫോണായിരിക്കും ഇത്. വിവോ ഉടൻ തന്നെ ഇന്ത്യയിൽ വിവോ T4R പുറത്തിറക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് റിപ്പോർട്ട്. വിവോ T4R മീഡിയാടെക് ഡൈമെൻസിറ്റി 7400 ചിപ്സെറ്റിൽ പ്രവർത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പൊടി, ജലപ്രതിരോധം എന്നിവയ്ക്കായി ഉയർന്ന IP68+, IP69 റേറ്റിംഗുകൾ ഇത് വാഗ്ദാനം ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വിവോ T4Xനും വിവോ T4 മോഡലുകൾക്കും ഇടയിലായിരിക്കും വിവോ T4R 5Gയുടെ സ്ഥാനം. രാജ്യത്ത് ഇതിന് 15,000 മുതൽ 20,000 രൂപ വരെ വില പ്രതീക്ഷിക്കാം. വിവോയുടെ T4 സീരീസിൽ നിലവിൽ വിവോ T4, T4X, T4 Ultra, T4 Lite എന്നിങ്ങനെ 4 മോഡലുകൾ ഉൾപ്പെടുന്നു. മീഡിയാടെക് ഡൈമെൻസിറ്റി 9300+ ചിപ്സെറ്റും 5500 mAh ബാറ്ററിയുമുള്ള വിവോ T4 Ultra നിരയിലെ പ്രീമിയം മോഡലാണ്. 50 മെഗാപിക്സൽ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ഷൂട്ടർ ഉൾപ്പെടെ ട്രിപ്പിൾ റിയർ ക്യാമറ യൂണിറ്റാണ് ഇതിനുള്ളത്. 6.77 ഇഞ്ച് ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ, 50 മെഗാപിക്സൽ ഡുവൽ റിയർ ക്യാമറ യൂണിറ്റ്, 32 മെഗാപിക്സൽ സെൽഫി ഷൂട്ടർ എന്നിവയാണ് വിവോ T4 5Gയുടെ പ്രധാന സവിശേഷതകൾ. മീഡിയാടെക് ഡൈമെൻസിറ്റി 7300 ചിപ്സെറ്റിലാണ് വിവോ T4X പ്രവർത്തിക്കുന്നത്. അതേസമയം വിവോ T4 Lite 5Gയിൽ 50 മെഗാപിക്സൽ ഡുവൽ റിയർ ക്യാമറ യൂണിറ്റാണുള്ളത്. മീഡിയാടെക് ഡൈമെൻസിറ്റി 6300 ചിപ്സെറ്റിൽ പ്രവർത്തിക്കുന്ന ഇതിൽ 6000 mAh ബാറ്ററിയാണുള്ളത്. മത്സരത്തിന്
ഒരുങ്ങി സിട്രോൺ. MPV ശ്രേണിയിൽ സിട്രോണിന്റെ സ്പേസ് ടൂറർ ഇന്ത്യയിലെത്തുന്നു. ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രോണിന്റെ പ്രീമിയം ഇലക്ട്രിക് MPV മോഡലായ സ്പേസ് ടൂറർ ഇന്ത്യൻ വിപണിയിലേക്ക്. നിലവിൽ ടൊയോട്ട, കിയ, MG എന്നിവയുടെ MPV മോഡലുകളാണ് ഇന്ത്യൻ വിപണിയിലുള്ളത്. ഇതിലേക്ക് 4ാമനായി എത്താനൊരുങ്ങുകയാണ് സിട്രോൺ. സ്പേസ് ടൂററിന്റെ ഇലക്ട്രിക് മോഡലാണ് ഇന്ത്യയിലേക്ക് എത്തുക. വാഹനത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും വിദേശത്തായിരിക്കും നടത്തുക. ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്ന MG9 MPVയുടെ രൂപസാദൃശ്യത്തോടെയാണ് സിട്രോണിന്റെ പ്രീമിയം MPV സ്പേസ് ടൂറർ എത്തുക. മെഴ്സിഡസിന്റെ V ക്ലാസിനോട് സമാനമായ ബോഡി ശൈലിയാണ് സ്പേസ് ടൂററിനും. 136 HP ഉൽപ്പാദിപ്പിക്കുന്ന ഒരൊറ്റ ഇലക്ട്രിക് മോട്ടോറിന് കരുത്ത് പകരുന്ന 75 kWh ബാറ്ററിയാണ് ഇതിലുള്ളത്. ഒറ്റ ചാർജിൽ 348 കിലോമീറ്റർ റേഞ്ചാണ് സിട്രോൺ അവകാശപ്പെടുന്നത്. മറ്റ് MPVയുടെ പോലെ തന്നെ സ്ലൈഡിംഗ് ഡോറിൽ തന്നെയാണ് ഈ സ്പേസ് ടൂറർ എത്തുന്നത്. വിശാലമായ ക്യാബിനാണ് വാഹനത്തിനുള്ളത്. 2 നിരയിലായിട്ടാണ് സീറ്റുകൾ എത്തുന്നതും. ഫോൾഡ് ചെയ്യാവുന്ന ട്രേ ടേബിൾ, വെന്റിലേറ്റഡ് സീറ്റുകൾ, എന്റർടൈൻമെന്റ് സ്ക്രീനുകൾ തുടങ്ങിയവ ഇന്റീരിയറിനെ മനോഹരമാക്കുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആഡംബര MPV ശ്രേണി വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിനോദവാരം. ഓണം കളറാക്കാൻ വമ്പൻ ചിത്രങ്ങൾ റിലീസിന് തയ്യാറെടുക്കുന്നു. പ്രേക്ഷകരെ രസിപ്പിക്കാനെത്തുന്ന ചിത്രങ്ങളുടെ വിശേഷങ്ങൾ അറിയാം. ഉത്സവ സീസണിന്റെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തിരുത്തിക്കുറിക്കാനാണ് ഇത്തവണ ഓണം റിലീസുകൾ എത്തുന്നത്. വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലുള്ള ഈ ചിത്രങ്ങൾ എല്ലാത്തരം പ്രേക്ഷകരെയും ആകർഷിക്കാൻ ലക്ഷ്യമിടുന്നു. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സംവിധായകൻ സത്യൻ അന്തിക്കാട് ഒരുക്കുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ് ഓണം റിലീസുകളിൽ പ്രധാന ആകർഷണം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ഓഗസ്റ്റ് 28-ന് തിയേറ്ററുകളിലെത്തും. സത്യൻ അന്തിക്കാട്, മോഹൻലാൽ കൂട്ടുകെട്ട പ്രേക്ഷകരെ രസിപ്പിക്കാൻ വീണ്ടും എത്തുകയാണ്. ഇരുവരും ഒന്നിക്കുന്ന 20ാമത്തെ ചിത്രമാണിത്. ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് അഖിൽ സത്യനാണ്. അനൂപ് സത്യൻ സിനിമയിൽ അസോസിയേറ്റായി പ്രവർത്തിക്കുന്നു. സത്യൻ അന്തിക്കാട് ചിത്രങ്ങളുടെ പതിവ് ശൈലിയിലുള്ള കുടുംബ ബന്ധങ്ങൾക്കും നർമ്മത്തിനും ഊന്നൽ നൽകുന്ന ഒരു നല്ല സിനിമയായിരിക്കും ഹൃദയപൂർവ്വം എന്നാണ് വിശ്വാസം. പേര് സൂചിപ്പിക്കും പോലെ ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തുന്ന ഒരു മുഴുനീള കോമഡി എന്റർടൈനറാണ് ഓടും കുതിര ചാടും കുതിര. മലയാളികളുടെ പ്രിയപ്പെട്ട താരവും സംവിധായകനുമായ അൽതാഫ് സലീമാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹമാണ് ചിത്രത്തിന്റെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. ആഷിഖ് ഉസ്മാനാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ്. കല്യാണി പ്രിയദർശൻ നായികയാകുന്നു. വിനയ് ഫോർട്ട്, ലാൽ സുരേഷ് കൃഷ്ണ, ബാബു ആന്റണി, ജോണി ആന്റണി, ലക്ഷ്മി ഗോപാലസ്വാമി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. സ്പൈർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുക്കുന്ന മേനെ പ്യാർ കിയ എന്ന ചിത്രം പ്രണയത്തിനും ആക്ഷനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒന്നായിരിക്കും. മുറ എന്ന ഹിറ്റ് ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ഹൃദു ഹാറൂൺ നായകനാകുന്നു. തമിഴ് ചിത്രം സ്റ്റാറിലൂടെയും ആസൈ കൂടൈ എന്ന മ്യൂസിക് വീഡിയോയിലൂടെയും ശ്രദ്ധ നേടിയ പ്രീതി മുകുന്ദനാണ് നായികയാകുന്നത്. അഷ്കർ അലി, ജിയോ ബേബി, ശ്രീകാന്ത് വെട്ടിയാർ, മൈൻ ഗോപി, ബോക്സർ ദീന എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ചിത്രങ്ങളുടെ റിലീസ് തീയതികൾ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. എല്ലാ ചിത്രങ്ങളും മികച്ച വിജയം നേടുമെന്നാണ് അണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത്. ഇനി പ്രധാന ഇവന്റുകൾ. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സിബിഷന്റെ 2ാമത് എഡിഷൻ 2026 ജനുവരി 16 മുതൽ 18 വരെ കൊച്ചിയിൽ നടക്കും. കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, മെട്രോ മാർട്ട് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വ്യവസായ വകുപ്പിന്റെയും MSME മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസികൾക്കായി സൗജന്യ സംരംഭകത്വ പരിശീലനം ജൂലൈ 15 മുതൽ 17 വരെ കളമശ്ശേരിയിലെ KIEDC ക്യാമ്പസിൽ നടക്കും. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.